ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഒരിക്കൽ കൂടി ഹാരി ബ്രൂക്ക് IPL-ൽ നിന്നും ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം പിൻവാങ്ങുകയായിരുന്നു. ഇത്തവണത്തെ മെഗാ ഓപ്ഷനിലും ഡൽഹി ക്യാപിറ്റൽസ് തന്നെയായിരുന്നു ബ്രൂക്കിനെ സ്വന്തമാക്കിയത്. 6.25 കോടി രൂപയായിരുന്നു അവർ ചിലവഴിച്ചിരുന്നത്. പക്ഷെ ഇത്തവണയും ബ്രൂക്ക് പണി പറ്റിച്ചു എന്നുള്ളതാണ്, പിൻവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്തേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്കറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4 ഓപ്ഷനുകളാണ് പ്രധാനമായും ഇപ്പോൾ ഡൽഹിക്ക് പരിഗണിക്കാൻ സാധിക്കുക. ആ ഓപ്ഷനുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം ഡിവാൾഡ് ബ്രവിസ് ആണ്. കഴിഞ്ഞ IPL-ൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കാൻ ബ്രവിസിന് കഴിഞ്ഞിരുന്നു. 10 മത്സരങ്ങളായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹം അൺസോൾഡ് ആവുകയായിരുന്നു. എന്നാൽ മികച്ച ഫോമിലാണ് താരം ഇപ്പോൾ ഉള്ളത്. SA20-ൽ 10 മത്സരങ്ങൾ കളിച്ച താരം 291 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ലിസ്റ്റ് A ഗെയിംസിലും മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അവസാനത്തെ 3 മത്സരങ്ങളിൽ നിന്ന് 3 അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. ഡൽഹിക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കാവുന്ന ഒരു താരം കൂടിയാണ് ബ്രവിസ്. ഇനി രണ്ടാമത്തെ താരം അത് അലക്സ് കാരിയാണ്. മുൻപ് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി 3 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2020-ലായിരുന്നു അത്. നിലവിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുന്ന താരമാണ് അലക്സ് കാരി. അവസാനത്തെ 2 ഇന്നിംഗ്സുകളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ട് ഇദ്ദേഹത്തെ പരിഗണിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ താരം ഇംഗ്ലീഷ് സൂപ്പർ താരമായ ബെൻ ഡക്കറ്റ് ആണ്. ഡൽഹിക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കാവുന്ന താരങ്ങളിൽ ഒരാളാണ് ബെൻ ഡക്കറ്റ്. നിലവിൽ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിനു വേണ്ടി 3 മത്സരങ്ങളിൽ നിന്നായി 227 റൺസ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള ആ ഒരു പരമ്പരയിലും ഇന്ത്യയുടെ പിച്ചിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. നാലാമത്തെ താരം അത് ഷായ് ഹോപ്പാണ്. കഴിഞ്ഞ തവണ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 9 മത്സരങ്ങളിൽ നിന്ന് 183 റൺസ് മാത്രമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തവണ സ്വന്തമാക്കിയിരുന്നത്. ഇതോടുകൂടി ഡൽഹി അദ്ദേഹത്തെ കൈവിട്ടു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മികച്ച ഫോമിലാണ് കളിക്കുന്നത്. IL T20-ൽ 12 മത്സരങ്ങളിൽ നിന്ന് 527 റൺസ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഡൽഹിക്ക് അദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണ്. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയ 2 ഓപ്ഷനുകൾ ബ്രവിസും അതുപോലെ തന്നെ ബെൻ ഡക്കറ്റുമാണ്. അവരെ സ്വന്തമാക്കാൻ ഡൽഹിക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്നു കാണാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.